നമ്മുടെ പക്കവട അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചൂട് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ബമ്മിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിക്കുള്ള പക്കവടയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് വലിയ ഉള്ളി, പച്ചമുളകും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി നന്നായിട്ട് നമ്മളൊരു പൊടി ആയിട്ട് വേണ്ട അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കരുത്. അതുപോലെ പക്കവടയ്ക്ക് എപ്പോഴും കൂടുതൽ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. പൊടി കുറച്ചും ഉള്ളി കൂടുതലും ആട്ടോ വേണ്ടത്. അരിഞ്ഞെടുത്ത ഉള്ളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്ക. കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്ക. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അരിഞ്ഞെടുക്ക. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം. പക്കവടയ്ക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും വരണമെങ്കിൽ നമ്മള് മല്ലിയില കുറച്ച് കൂട്ടിയെടുക്കണം. അപ്പോഴാണ് ആ തട്ടുകടേന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ഇതിന്റെ മേലെ ചേർത്ത് കൊടുക്ക. ഇനി കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുക്ക. കറിവേപ്പിലയും കൂടെ ഇതിന്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിന്റെ മേലെ ഇനി പൊടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഈ മഞ്ഞൾപ്പൊടി, ഉപ്പും ഈ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ പൊടി ചേർക്കുമ്പോൾ ഉപ്പൊക്കെ എല്ലാ വശത്താവുള്ളൂ. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ഉപ്പും ഈ മല്ലിയിലേന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പിടിക്കുള്ളൂ. പൊടിയും കൂടെ ചേർത്ത് കുഴക്കുമ്പോ എല്ലാം ഒരു കട്ട പിടിച്ച പോലെ ആയി പോകും. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണാട്ടി. മല്ലിയിലേന്റെ ഒക്കെ എല്ലാം കൂടെ കൂടി ചേരുമ്പോ നല്ലൊരു മണമുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ മൈദയാണ് ഉപയോഗിക്കാറ്. ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഒരു ബൗൾ, ഇങ്ങനത്തെ ഒരു ബൗൾ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ഒരു മൊരിമൊരിപ്പിന് വേണ്ടിയിട്ടാണ്. കടലമാവ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ അരിപ്പൊടി, ഗോതമ്പ് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ വെള്ളം ചേർക്കണ്ട. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ വെള്ളം ചേർത്താൽ ഭയങ്കര ഒരു വെള്ളം പോലെ ആയി പോകും മാവ്. ഈ ഉള്ളിയിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ മാവ് മിക്സ് ആക്കി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒരുപാട് മാവ് ഇടരുത്, അപ്പൊ ഭയങ്കര കട്ടിയായി പോകും. ചെറിയ ചെറിയൊരു ബോൾസ് ആക്കിയിട്ടുള്ള മാവ് എടുത്തിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ പുറം ഇങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഇട്ടെടുത്ത പക്കവട അതാ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചു കോരി എടുക്കുക. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് പിന്നെ ഇടുമ്പോ നമുക്ക് എണ്ണ ഇങ്ങനെ വൃത്തികേടായി പോകുന്നില്ല. ഇങ്ങനെ പൊടിയൊന്നും വീണ് നാശമായി പോവില്ല. അങ്ങനെ പൊടിയൊക്കെ വീഴുമ്പോഴാട്ടോ പെട്ടെന്ന് തന്നെ ഈ നമ്മൾ ഇടുന്ന ഈ പക്കവടേന്റെ മാവും കൂടെ കരിഞ്ഞു പോവുക. പക്കവട ഇതാ മൊത്തം നമ്മള് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ പക്കവട അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചൂട് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ വൈകുന്നേരം ഇതേപോലെ കട്ടൻ ചായയും പക്കവടയും ഇഷ്ടമില്ലാത്ത മലയാളികൾ എന്തായാലും ഉണ്ടാവില്ല. നമ്മള് വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിലും എന്തായാലും എന്നും കടയിൽ നിന്നെങ്കിലും കഴിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇനി നമ്മള് തട്ടുകടയിൽ നിന്നൊന്നും വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട. അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് മൈദ ചേർത്തിട്ടില്ല എന്നുള്ളത് കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ പക്കവട ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.